ആ ദാ സാറെത്തി എന്ന് പറഞ്ഞ് അശോക് സാർ എഴുന്നേറ്റ് നിന്നു. പാർവണിയും ഒപ്പം എഴുന്നേറ്റ് നിന്ന് നോക്കി. കണ്ടു നിറഞ്ഞ ചിരിയും അശോക് സാറിന് സമ്മാനിച്ച് നടന്നു വരുന്ന ശ്രീധ്രുവിനെ. ഇടയ്ക്ക് അവളെ പാളി നോക്കാനും അയാൾ മറന്നില്ല. അശോക് സാർ തന്നെ അയാളെ സ്വന്തം സീറ്റിലേക്ക് ആനയിച്ചു. വല്ലാത്ത വിജയച്ചിരിയോടെ സീറ്റിലിരുന്ന് ഒന്ന് കറങ്ങി ധ്രുവ്. അശോക് സാർ പുറത്തേക്ക് പോയിരുന്നു. അപ്പോഴേക്കും തല താഴ്ത്തി നിൽക്കുന്ന നിസ്സഹായയായ പെണ്ണിന്റെ കണ്ണിൽ അന്നേരം തിളങ്ങുന്നുണ്ടായിരുന്നു 2 നീർത്തുള്ളികൾ. ചുണ്ടിലൂറിയ പുച്ഛച്ചിരിയോടെ ആ പെണ്ണിനെ തന്നെ നോക്കുകയായിരുന്നു ധ്രുവ്. വെൽ മാഡം ജോലി അന്വേഷിച്ച് വന്നതാണ്. വെരി ഗുഡ്, പ്ലീസ് ബി സീറ്റഡ്. വേണ്ട സാർ. താഴേക്ക് ദൃഷ്ടിയൂന്നി അത് പറയുമ്പോൾ ആ പെണ്ണിന്റെ സ്വരം വിറയ്ക്കുന്നുണ്ടായിരുന്നു. ഛീ ഇരിക്കടി. വല്ലാത്തൊരു അലർച്ചയോടെയായിരുന്നു ധ്രുവ് അത് പറഞ്ഞത്. അവളെ അറിയാതെ ഇരുന്ന് പോയിരുന്നു. അപ്പോഴേക്ക് എന്ത് ജോലിയാ മാഡത്തിന് വേണ്ടേ? ഉപദ്രവിക്കരുത്. നിങ്ങളുടെ കൺവെട്ടത് പോലും ഞാൻ വന്നില്ലല്ലോ. ഞാൻ ദൈവത്തെ ഓർത്ത് വെറുതെ വിട്ടൂടെ എന്നെ. അത് പറഞ്ഞു തീർത്തപ്പോഴേക്ക് തേങ്ങിപ്പോയിരുന്നു പെണ്ണ്. ഇല്ലടി, നേരാവണ്ണം ജീവിക്കാൻ പോലും വിടില്ല നിന്നെ. നീ വേണം എപ്പോഴും എൻ്റെ കാൽച്ചുവട്ടിൽ. അതൊരു തരം ഭ്രാന്തമായ ആനന്ദമാടി എനിക്ക്. എന്തിനാ എന്നെ? ഉള്ളിലൊരു അല്ലറിക്കരച്ചിൽ അവളുടെ ബാക്കി വാക്കുകളെ തടഞ്ഞു നിർത്തിയിരുന്നു. നിന്റെ കുറ്റം അറിയാനും പറയാനും നിനക്കായി ഒരു വിചാരണ ഇല്ലടി. പാർവണ നോക്കിയപ്പോൾ കണ്ടത് കത്തുന്ന 2 മിഴികളായിരുന്നു. മാഡം ഇതൊന്ന് വായിച്ചു നോക്കണം. ഒരു പേപ്പർ നീട്ടിക്കൊണ്ട് ധ്രുവ് പറഞ്ഞു. വിറകൊള്ളുന്ന കൈകളിൽ ആ പേപ്പർ വാങ്ങി നോക്കി പാർവണ. ഇല്ല, ഇത് ചതിയാണ്. ഞാൻ ഇങ്ങനെ ഒരു ബോണ്ടിൽ ഒപ്പിട്ടിട്ടില്ല. ചതി നിന്നെ ആരെയും പഠിപ്പിക്കണോ പാർവണാഗ്നിദത്തൻ? അത് നിന്റെ രക്തത്തിലുള്ളതല്ലേ. ഇത് എൻ്റെ ഒരു ചെറിയ മുൻകരുതലായിരുന്നു. ഇവിടെ വരുന്നതിനും എത്രയോ നാളുകൾ മുമ്പ് ഞാൻ കൂട്ടിക്കിഴിച്ച് ചെയ്തത്. നിനക്കുള്ള ആദ്യത്തെ സമ്മാനം. ഇങ്ങനെ ഒരു നീക്കം നിന്റെ ഭാഗത്തു നിന്ന് ഞാൻ ആദ്യമേ പ്രതീക്ഷിച്ചിരുന്നു. അപ്പോൾ അതിന് തടയിടണ്ടേ ആദ്യമേ? പുതിയ മാനേജ്മെൻറ്റ് വരും. ഇൻസഫിഷ്യൻ്റായ സ്റ്റാഫുകളെ പറഞ്ഞുവിടും. അതിന് സമ്മതമാണെന്ന് എഴുതി കൊടുക്കാൻ പറഞ്ഞിരുന്നു. സൈൻ മതി, മാറ്റർ ടൈപ്പ് ചെയ്തോളാം എന്ന് പറഞ്ഞതനുസരിച്ച് എല്ലാവരും കൊടുത്തു. അതാണിപ്പോൾ തൻ്റെ മുന്നിൽ കണ്ട പേപ്പർ എന്നവൾക്ക് മനസ്സിലായി. 2 വഴിയുണ്ട് പാർവണയുടെ മുന്നിൽ. ഒന്ന്, എൻ്റെ കീഴിൽ ജോലി ചെയ്യുക, അല്ലെങ്കിൽ 20 lakhs പേ ചെയ്ത് എങ്ങോട്ടാന്ന് വെച്ചാൽ പോവുക. പെട്ടെന്ന് പാർവണയുടെ കയ്യിൽ നിന്ന് ആ ലെറ്റർ ധ്രുവ് തട്ടിപ്പറിച്ച് മേടിച്ചു. അപ്പോൾ നാളെ മുതൽ അവിടെ ഉണ്ടാവണം. എന്തും പ്രതീക്ഷിച്ച് തന്നെ നോക്കുന്ന ആ കണ്ണുകളുടെ ദയനീയത പാടെ അവഗണിച്ച് അയാൾ പറഞ്ഞു. മനസ്സിലായെങ്കിൽ ക്ലിയർ ഔട്ട് ഔട്ട് ഔട്ട്. ഇനി അവിടെ നിന്നിട്ട് കാര്യമില്ല എന്നറിഞ്ഞ് സർട്ടിഫിക്കറ്റ്സും എടുത്ത് പാർവണ ആ പടിയിറങ്ങി. തലക്കുള്ളിൽ ആകെ ഒരു മരവിപ്പായിരുന്നു പാർവണയ്ക്ക്. റോഡിൽ നിന്ന് തിരിഞ്ഞ് ആ സ്ഥാപനത്തിലേക്കൊന്ന് തിരിഞ്ഞു നോക്കി. മെല്ലെ ബസ് സ്റ്റോപ്പ് ലക്ഷ്യമാക്കി നടന്നു. ഒത്തിരി പ്രതീക്ഷയോടെ വന്നതാ ആ മുഖം കാണാതിരിക്കാൻ, ആ കൺവെണ്ടത്ത് ഉരുകി തീരാതിരിക്കാൻ. അവസാന കച്ചിത്തിരുമ്പായിരുന്നു ഈ ജോലി. പക്ഷേ കുടുക്കിൽ നിന്നും ഊരാ കുടുക്കിലേക്കാണ് പോകുന്നത്. ചിന്തിച്ച് നടന്നപ്പോഴാണ് പെട്ടെന്ന് ഒരു കാർ തൊട്ടടുത്ത് സഡൻ ബ്രേക്ക് ഇട്ട് വന്നത്. വിൻഡോ ഗ്ലാസ് താഴ്ത്തിയപ്പോൾ കണ്ടു സുന്ദരമായ മുഖത്ത് പൈശാചികത നിറച്ചയാളെ. ഒരു കുഞ്ഞിനെ സമ്മാനിച്ച് ഇപ്പോഴും പുറകെ നടന്ന് ഉപദ്രവിക്കുന്നയാളെ. പുച്ഛിച്ച് ചിരിച്ച് കൂളിംഗ് ഗ്ലാസും എടുത്തു വെച്ച് നേരെ വണ്ടിയെടുത്തു പോയി. ദൂരെ നിന്നും വരുന്ന ലോറി പാർവണയുടെ കണ്ണിൽപ്പെട്ടു. എല്ലാം അവസാനിപ്പിക്കട്ടെ ഞാൻ. മതിയായി. തീരട്ടെ ഇതോടെ. എല്ലാം തീരട്ടെ. ലോറി അടുത്തു വരുന്തോറും പാർവണയുടെ നെഞ്ചിടിപ്പ് കൂടിയിരുന്നു. പെട്ടെന്നാണ് റോഡ് ക്രോസ് ചെയ്യാൻ നിൽക്കുന്ന അമ്മയും കുഞ്ഞും അവളുടെ കണ്ണിൽപ്പെട്ടത്. തൻ്റെ കുഞ്ചൂസിൻ്റെ അതേ പ്രായമുള്ള കുഞ്ഞ്. ഞാൻ ഇല്ലാണ്ടായാൽ എൻ്റെ കുഞ്ചൂസ്. നിറഞ്ഞു വന്ന മിഴികൾ അമർത്തി തുടച്ച് കുഞ്ഞിന് വേണ്ടി അവൾ മടങ്ങി. എന്തൊരു ജീവിത കൃഷ്ണ ഈ പെണ്ണിൻ്റെ. ഇത്തിരി മുമ്പ് പോയില്ലേ എന്നെ ശത്രുസ്ഥാനത്ത് നിർത്തിയിരിക്കുന്നയാൾ? എൻ്റെ കുഞ്ഞിൻ്റെ അച്ഛൻ. എന്തിനാ നീ പിന്നെയും എന്നെ ആ കൺമുന്നിലിട്ട് കൊടുത്തേ? പരീക്ഷ മതിയായില്ലേ? ദേഷ്യ, എനിക്ക് ദേഷ്യ നിന്നോട്. ആർക്കും വേണ്ടാത്ത ഈ ജീവിതം അങ്ങ് തീർത്ത് നിന്റെ അടുത്തെത്താൻ പോലും വയ്യ. അതിന് പോലും സ്വതന്ത്രയല്ലല്ലോ ഞാൻ. പെട്ടെന്നാണ് ബസ് വന്നത്. അവൾ കണ്ണു തുടച്ച് അതിലേക്ക് കയറി. ജിനി, കുറച്ച് നേരത്തെ ഇറങ്ങാമോ? എന്താടി, പോയ കാര്യം എന്തായി? പറയാം, നീ ഇപ്പോൾ ഇറങ്ങാമോ? ഞാൻ ബീച്ചിനടുത്തുള്ള ഗ്രീൻ പാർക്കിൽ ഉണ്ടാവും. എന്താടി, വല്ല പ്രശ്നവും? നീ വാ ജിനി, ഞാൻ പറയാം. ബസ് സ്റ്റോപ്പിൽ ഇറങ്ങി കടൽക്കരയിൽ എത്തിയിരുന്നു പാർവണ. പ്രക്ഷുബ്ധമായ തിരമാലകളെക്കാൾ അലയടിച്ചു വരുന്ന തൻ്റെ മനസ്സിനെ ഒന്ന് പാകപ്പെടുത്താൻ. കാരണം താങ്ങാവുന്നതിലും അധികമായിരുന്നു നടക്കുന്നതെല്ലാം. ഹൃദയം നുറുങ്ങുന്നുണ്ടായിരുന്നു. മെല്ലെ കഴുത്തിൽ ഒന്ന് തപ്പിയപ്പോൾ കയ്യിൽ തടഞ്ഞു ആ താലിമാല. മെല്ലെ അതും പിടിച്ച് കടലിൻ്റെ അഗാധങ്ങളിലേക്ക് മിഴികൾ നീട്ടി. ഒരു കടലാട് നൊമ്പരമുണ്ട് മനസ്സിൽ. കാണാൻ ആളില്ലാത്ത, കേൾക്കാൻ ആളില്ലാത്ത, സ്വയം ഊന്നുവടിയായ ഒരവളുടെ നൊമ്പരം. പറിച്ചെടുക്കാമെങ്കിൽ പകുത്തു തന്നേനെ ഈ നീലസാഗരത്തിന് ഞാൻ എൻ്റെ സങ്കടങ്ങൾ. ഓരോ തിരമാല വന്ന് തഴുകുമ്പോഴും നിന്നിൽ നിന്നത് മാഞ്ഞു പോയേനെ. ഏറെ ചിന്തിച്ച് നിന്നപ്പോൾ കണ്ടു ദൂരെ നിന്നും ജിനി നടന്നു വരുന്നത്. അടുത്തെത്തിയതും അവളുടെ തോളിൽ വീണ് ഒന്ന് പൊട്ടിക്കരഞ്ഞു ആ പെണ്ണ്. അല്ലെങ്കിൽ എല്ലാം ഉള്ളിൽ നിറഞ്ഞ് തൻ്റെ സമനില പോലും തെറ്റുമെന്ന് അവൾക്ക് തോന്നിയിരുന്നു. എന്താടി? ആകെ വിരണ്ടു പോയിരുന്നു അവളുടെ പ്രവൃത്തിയിൽ ജിനി. നീ കാര്യം പറ പാറു. മനുഷ്യരെ ടെൻഷൻ അടുപ്പിക്കാതെ. എന്താ, ജോലി കിട്ടിയില്ലേ?
ഇല്ലെന്ന് പാറു തലയാട്ടി. കണക്കായിപ്പോയി. ഉള്ള നല്ല ജോലി വിട്ട് അവളുടെ ഒരു വട്ടല്ല ജെനി, ഒരുതരം ഓടി ഒളിക്കലായിരുന്നു. ഓടി ഒളിക്കാനോ? എന്തിന്? ആരിൽ നിന്ന്? നിനക്ക് എന്താ പാറു? സത്യമാ ജെനി, ഓടി ഒളിക്കാൻ എൻ്റെ കുഞ്ഞിൻ്റെ അച്ഛനിൽ നിന്ന്. വല്ലാത്ത നടുക്കത്തോടെ ജെനി പാർവണിയെ നോക്കി. ഞെട്ടിയോ? ശ്രീധു മാധവ്, അത് അയാളുടെ പേര്. ഒരു കാലത്ത് എല്ലാം കൊടുത്ത് ഈ പൊട്ടിപ്പെണ്ണ് സ്നേഹിച്ചയാൾ. പാറു, നീ എന്താ? വിശ്വാസമാവണില്ലേ? സത്യാട്ടോ, ദാ ഈ താലി എൻ്റെ കഴുത്തിൽ കെട്ടിയ മനുഷ്യൻ, പിന്നെ എൻ്റെ കുഞ്ചൂസിൻ്റെ അച്ഛൻ. ജെനി അവളുടെ മുഖത്തേക്ക് തന്നെ ഉറ്റുനോക്കി നിന്നു. നീ എല്ലാം അറിയണം ജെനി, നിന്നോടെങ്കിലും എനിക്കെല്ലാം പറയണം. ജെനി എല്ലാം അറിയാനായി അവളുടെ മുഖത്തേക്ക് ഉറ്റുനോക്കി നിന്നു. തുടരും. ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം ഉണ്ടായിരിക്കുന്നതാണ്. എല്ലാവരും നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് കാത്തിരിക്കാം.